എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷയല്ല നേരിട്ടാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 2 ഡേറ്റുകളിലായിട്ടാണ്. അപ്പോൾ അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരിട്ട് യൂണിവേഴ്സിറ്റി നിശ്ചയിക്കുന്ന ഒരു സെൻറ്ററിൽ പോയിട്ടാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇത് SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റത്തെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. ഇതിന് ശേഷമാണ് ജനറൽ കാറ്റഗറിക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നടക്കുക. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് ഉള്ള സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ പറ്റും. അതായത് ഏത് കാസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ SC/ST സ്പോട്ട് അഡ്മിഷന് ഈ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. ജനറൽ വിഭാഗത്തിൻ്റെ സ്പോട്ട് അഡ്മിഷൻ ഡേറ്റ് ഉടൻ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു SC/ST സ്പോട്ട് അഡ്മിഷന് SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. ജനറൽ കാറ്റഗറിയുടെ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണ് ആ ഒരു ഡേറ്റ് സ്പോട്ട് അഡ്മിഷൻ്റെ ഡേറ്റ്, അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് admissions.keralauniversity.ac.in/fyugp2025/index.php എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും SC/ST സ്പോട്ട് അഡ്മിഷൻ സോൺ വൈസ് കോളേജസ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതായത് വിദ്യാർത്ഥികളുടെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ, അതായത് നിങ്ങൾക്ക് ഏത് ദിവസമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ സ്പോട്ട് അഡ്മിഷൻ്റെ ഷെഡ്യൂൾ കൊടുത്തിട്ടുള്ളത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ജില്ലയിലെ ഏത് കോളേജിലാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ ഒരു കോളേജിലേക്കുള്ള ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഏത് ദിവസം ഏത് കോളേജിലാണോ നടക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ആ ഒരു കോളേജിൽ അഡ്മിഷനായിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതെ ഇപ്പോൾ ഇത് SC/ST വിഭാഗത്തിൻ്റെ സ്പോട്ട് അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ SC/ST വിഭാഗം വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയിൽ കൊടുത്ത ഡോക്യുമെൻസും അതുപോലെ അപേക്ഷയുടെ ഒരു പുതിയ പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും അതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അടക്കേണ്ട ഫീസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതായത് യൂണിവേഴ്സിറ്റി ഫീസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ഏകദേശം രാവിലെ 8:30 മുതൽ, അതായത് 8:30 മുതൽ ഈ ഒരു 10 മണി വരെയാണ് രജിസ്ട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 10 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് ഏത് ദിവസമാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന സെൻറ്റർ എവിടെയാണോ അവിടേക്ക് പോവുക. അവിടെ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. പേര് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങളുടെ, അതായത് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുടെ ആ ഒരു രജിസ്ട്രേഷൻ്റെ ഇതനുസരിച്ച് നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ വാക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് അന്നത്തെ ദിവസം തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് അടക്കുകയും പിന്നീട് തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ഫീസ് അടച്ച് അഡ്മിഷൻ നേടാനും പറ്റുന്നതാണ്. അപ്പോൾ നിലവിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ കോളേജിൽ നിന്നുള്ള നിങ്ങളുടെ അഡ്മിഷൻ്റെ സ്ലിപ്പ്, അതായത് അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞുള്ള ഒരു സ്ലിപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു അഡ്മിഷൻ സ്ലിപ്പും നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെയൊക്കെ കോപ്പിയും എടുത്തിട്ട് പോയാൽ മതി. ഇതിലും പങ്കെടുക്കാനായിട്ട് നിലവിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് TC ആവശ്യമില്ല. വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും TC വാങ്ങിക്കാൻ പാടുള്ളതല്ല. കാരണം ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിലവിലെ കോളേജിൽ നിന്ന് TC വാങ്ങിക്കാൻ പാടുള്ളൂ. കാരണം അഥവാ നിങ്ങൾ TC വാങ്ങിച്ചിട്ട് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള കോളേജിൽ നിന്നും നിങ്ങൾ യാതൊരു കാരണവശാലും TCയോ മറ്റോ വാങ്ങിക്കേണ്ടതില്ല. നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിലവിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ കോളേജിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന അഡ്മിഷൻ്റെ സ്ലിപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഡോക്യുമെൻസിൻ്റെയൊക്കെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, ഇത്രയും മാത്രം എടുത്തിട്ട് പോയാൽ മതി. നിലവിൽ അഡ്മിഷൻ എവിടെയും കിട്ടാതെ, അതായത് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് TC ആവശ്യമുള്ളൂ. ബാക്കിയുള്ള നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും TC എടുക്കേണ്ട ആവശ്യമില്ല. അഡ്മിഷൻ സ്ലിപ്പേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഓരോ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഓരോ റീജിയനിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൊല്ലം, ആലപ്പുഴ അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ കോളേജുകളിലാണ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 7-ാം തീയതി, അതായത് 7/8/2025 ഓഗസ്റ്റ് 7-ാം തീയതി SN കോളേജ് കൊല്ലം ജില്ലയിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. എല്ലാ കോഴ്സുകളിലേക്കും ആ ഒരു ദിവസമാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഓഗസ്റ്റ് 8-ാം തീയതി നടക്കുന്നത്, നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലുള്ള കോളേജുകളിലാണ് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓഗസ്റ്റ് 8-ാം തീയതി യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയം കാര്യവട്ടത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ പ്രോഗ്രാമുകളിലേക്കുമുള്ള അഡ്മിഷൻ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് വെന്യൂ
സെനറ്റ് ഹാള് യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം സോണിൽ വെച്ച് നടക്കുന്ന വെന്യൂ സെനറ്റ് ഹാള്, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പാളയം എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ രണ്ടിടത്ത് ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ചിലപ്പോൾ രണ്ടും ഒരു സ്ഥലത്തായിരിക്കുമെന്നാണ് തോന്നുന്നത്, പക്ഷേങ്കിൽ 2 സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളെ ഉടനെ അറിയിക്കുന്നതായിരിക്കും. നിലവിൽ ഇവിടെ 2 സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ ആ ഒരു ഡേറ്റിന് മുമ്പായിട്ട്, അപ്പോൾ ഈ ഒരു ഡേറ്റിൽ ഈ ഒരു സ്ഥലത്ത്, അതായത് ഇപ്പോൾ തിരുവനന്തപുരം റീജിയണിൽ തന്നെ 2 പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെനറ്റ് ഹാൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയം കാര്യവട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സ്ഥലത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സ്ഥലത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ ഡേറ്റിന് മുമ്പ് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം സോൺ വൈസ് കോളേജസ് ഏകദേശം ഒരു 60 കോളേജസാണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. അതായത് 60 എണ്ണം ഉണ്ട്, 59 എണ്ണമുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഏകദേശം, അതായത് 59 ആണുള്ളത്. അതുപോലെ തന്നെ അടുത്തത് കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട റീജിയണിൽ SN കോളേജ് കൊല്ലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡേറ്റ് എന്ന് പറയും, ഡേറ്റ് അല്ല, ഇതിൽ എത്ര ടോട്ടൽ കോളേജ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 135 വരെ, അതായത് 59 മുതൽ 135 വരെ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു 76 കോളേജസ് ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ 76 കോളേജസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എത്ര വേക്കൻസി ഓരോ കോളേജിലും ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസും ഉടൻ തന്നെ വരുന്നതായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ നിങ്ങൾക്ക് SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ ഒരു ഓഗസ്റ്റ് 7, 8 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ദിവസം നടക്കുന്നത് ഈ ഒരു കൊല്ലം, അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലുള്ള ആ ഒരു സ്പോട്ട് അഡ്മിഷനാണ്. രണ്ടാമത് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് ജനറൽ കാറ്റഗറിക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.